ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ അങ്ങനെ ഹീറോ നടന്നുകൊണ്ട് പോകുമായിരുന്നു ഹോട്ടൽ. അത് ജേഹപ്പൻ്റെ ഹോട്ടലായിരുന്നു. ജേഹബ് പറഞ്ഞായിരുന്നു ഹീറോ അതേ ഹോട്ടലിലേക്ക് പോകുന്നത്. വേറെ ഹോട്ടലാണെന്നല്ലേ ഈ ഹോട്ടൽ മാത്രമേ ഫോസ്റ്റ് കാണായിരുന്നു ഹോട്ടൽ. ഈ ഹോട്ടലിലേക്ക് ഹീറോയിൻ്റെ അടുത്ത് വീട് വന്ന ഹോട്ടൽ ശരി കൂടെ താമസിക്കാമെന്ന്. അത് ജേഹബിൻ്റെ ഹോട്ടൽ. ജേഹബ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജേഹബ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ ഫോട്ടോ ഓൾറെഡി ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ട് ഹീറോയിൻ്റെ ഫോട്ടോ അയച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫോട്ടോ അയച്ച് കാട്ടിയായിരുന്നു ഇതെൻ്റെ വൈഫാണ്, ഇവർ വന്ന റൂം കൊടുക്കണം. എന്നാൽ ഹീറോയ്ക്ക് റൂം കൊടുത്താൽ ഹീറോയെ നോക്കി ചിരിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മാടിക്ക് വരുന്നു, ഇതെന്താ ഒരു റൂം, ഇതെന്താ വലിയ റൂമാണ്. ശരി ഓക്കെ ഹീറോ റൂമിക്ക് വന്നായിരുന്നു. റൂം വന്ന് നോക്കുക വലിയ റൂമായിരുന്നു. അയ്യോ എന്താ വലിയ റൂം. ശരി ഓക്കെ ഇതൊന്ന് റൂം കാളിയെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഹീറോ റൂമിൻ്റെ അകത്ത് പോയിരുന്നു. ഹീറോ അകത്ത് പോയിട്ട് നോക്കുമ്പോൾ അത് ഫസ്റ്റ് ബെഡ്റൂമായിരുന്നു. ഹീറോ ബെഡ്റൂമിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഹീറോയെ പിടിച്ച് വളർച്ചയായിരുന്നു. വെച്ചിട്ട് പെട്ടെന്നല്ലേ ഹീറോ ഷോക്കിൽ നോക്കുമ്പോൾ അതെ ജിന്ന് വാതിൽ വന്നാക്കി ലോക്ക് ചെയ്ത് ഫുൾ വാതിൽ വന്നാക്കി വന്നു. അതേ ബെഡ്റൂമൊക്കെ വരുമ്പോൾ ഹീറോയിൻ ലോക്ക് ചെയ്ത് നോക്കായിരുന്നു. നോക്കുമ്പോൾ ജിമ്മിനായിരുന്നു. ജിമ്മിന് ജേഹപ്പറെല്ലാം ഇന്ന് നോക്കായിരുന്നു. ഹീറോയിനൊക്കെ മുറിക്കായിരുന്നു. ഹീറോയിന് ഷോക്കായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഹീറോയിൻ കേട്ടായിരുന്നു ഷോക്കായിട്ട്. അത് എല്ലാവർക്കും ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയി കേൾക്കാൻ തുടങ്ങി. നിങ്ങളെന്താ ഇപ്പം എന്താ പ്രശ്നമോ, നിങ്ങൾക്ക് വേറെ എന്താ പ്രശ്നം അയച്ചാണെന്ന് പറഞ്ഞാണ്. ഹീറോയുടെ മേലെ കീഴെ നോക്കായിരുന്നു. എന്താ പ്രശ്നമെന്ന് പറഞ്ഞായിരുന്നു. അത് ഹീറോയിൻ്റെ കൗത്തിൽ താടി ഉണ്ടെന്ന് നോക്കായിരുന്നു. ഉണ്ടായിരുന്നു. ഇതെന്ത് കഴിച്ചില്ലേ, എല്ലാം ഡിവോഴ്സ് ചെയ്ത പിന്നെ കഴുത്താന്ന് വരച്ച് പോയതാ. അങ്ങനെയാണോ. ജിൻ പറയാൻ തുടങ്ങി. ഒരു കാറിൽ പറയുന്നുണ്ടോ. എന്താ. ഹീറോയിനെ നോക്കായിരുന്നു ഒരുമാതിരി. എന്തിപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുന്ന. ഒന്നുമില്ല, ഒരു കാറിൽ ഉണ്ടോ. ഹീറോയി പറഞ്ഞ ഒരു അതെ നല്ല ബ്യൂട്ടിഫുള്ളായ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതെ സാരി. ഹീറോയിനെ നോക്കി അവർ നോക്കായിരുന്നു ഒരുമാതിരി. ഹീറോയിനെ ഞാൻ അവിടെ നിന്ന് പോകാൻ നോക്കുന്നത് ഹീറോയിൻ പിടിച്ച് പോയിട്ടല്ലായിരുന്നു. ജേഹബ് ഹീറോയിനെ നോക്കായിരുന്നു. ജേഹബ് ശരി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു. ബാക്കി ബസ് എല്ലാവരും വെളിയിൽ പോയി. ഹീറോയിൻ കൺഫ്യൂസാണ്. ജിന്നായിരുന്നു. ജിൻ പറഞ്ഞെങ്കിൽ എനിക്കിഷ്ടമാണ് ഇവിടെ എന്ത് അങ്ങനെ എല്ലാവരും കൂടെ ക്ലോസ് ആകാൻ തുടങ്ങി. ഹീറോ വിട്ട് തന്നെ പറഞ്ഞായിരുന്നു. ഇതിനെക്കുറിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. അത് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഹീറോയ്ക്ക് ഷോക്കായിട്ട് എന്താ ചെയ്തത് ഹീറോയി പറയാതെ തുടങ്ങിയായിരുന്നു. ഹീറോയി കുടിച്ചതിൽ ഹീറോയ്ക്ക് കുറച്ച് ബോധം ഇപ്പോൾ ഹീറോയായിരുന്നു. ഹീറോയി കുടിച്ചതിൽ എന്തോ കളിക്കുകയായിരുന്നു. അതായത് ഒരാൾ ഹീറോയിന് വേണം പറഞ്ഞാൽ അതിൽ ഒരാൾ കൊടുത്തായിരുന്നു. ഹീറോയെ കുടിച്ചിട്ട് ഇപ്പോൾ ഒരുമായി ബോധമായി. അങ്ങനെ കൊണ്ട് 7 പേരെ കൂടെ ആയിരുന്നു ഹീറോയിനക്ക് ഫസ്റ്റ് ജിന്നിന് ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൂടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഹീറോയ്ക്ക് രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് കണ്ണെല്ലാം ഒരുമാതിരിയായിരുന്നു. അയ്യോ ബോഡിയെല്ലാം പെയിനാണ്. എണിച്ച് നോക്കുമ്പോൾ 7 പേരെ ഇങ്ങനെ നോക്കാമായിരുന്നു. നിങ്ങൾ ജിൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു. ഹീറോയിൻ നോക്കുമ്പോൾ വേണം നോക്കായിരുന്നു. ഹീറോ അയ്യോ ഡ്രസ്സില്ല എന്ത് ചെയ്തു ഞാൻ പറഞ്ഞാണ്. ഹീറോ പറയുമായിരുന്നു ഒന്നുമില്ല അത് എന്ന് ഹീറോയിനെ ഒരുമാതിരി നോക്കുക. ഹീറോയ്ക്ക് മനസ്സിലായി എല്ലാം നടത്താൻ നിങ്ങൾ വെളിയിൽ പോകുന്നില്ലെന്ന്. അവർ 7 പോയി ചിരിച്ചിട്ട് പോവുകയായിരുന്നു. ഹീറോയ്ക്ക് അയ്യോ എല്ലാം നടത്തുന്ന അങ്ങനെയായിട്ട് ഹീറോയോട് സാഡായിരുന്നു. ശരി ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞായിരുന്നു ജേഹബ് അർജുൻ കോൾ ചെയ്ത് വെപ്പിച്ചായിരുന്നു. അർജുൻ വന്നായിരുന്നു. ഹീറോയിൻ ഒരുപാട് സാഡായിരുന്നു. എന്തിനിങ്ങനെ ചെയ്തെന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോയിന് പോകാൻ വിടില്ലായിരുന്നു. അവർ കുറച്ച് ഡേയ്സ് റൊമാൻസ് ചെയ്തായിരുന്നു ഹീറോയിൻ. എന്നെ വിടും ഞാൻ പോകണമെന്ന് ഹീറോയിന് വെളിയിൽ പോകുന്നു പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച് വെച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ വെളിയിൽ പോകാൻ വിടില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വെട്ടിയായിരുന്നു. നീ ഇപ്പം പോയാവലെന്ന്. അതുപോലെ ഹീറോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശരി വീട്ടിലെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അർജുൻ വന്നായിരുന്നു. ഹീറോ ഇറങ്ങി ഷോക്കായി. നീ എന്താ ഇവിടെ ചെയ്യാൻ ചേട്ടാന്ന് പോയിട്ട് ഹക്ക് ചെയ്തിരുന്നു. ഇതിൻ്റെ പേർക്ക് ഷോക്കാണ്. ചേട്ടാ ആറും മുഖത്തിലായി. ഏട്ടനാണ്. അങ്ങനെ അവരോട് പറഞ്ഞു കൊടുത്തു. ചേട്ടാ അർജുൻ എന്തടി പറ്റി ചേട്ടാ ഇവർ എന്ത് ചെയ്തു പറഞ്ഞു നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് PTS നമ്പർ നോക്കിയിട്ട് മുറിക്കായിരുന്നു. അത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളാണോ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. അതെ അപ്പോൾ കോൺട്രാസ്റ്റ് സൈൻ ചെയ്യാൻ. അപ്പോൾ ഹീറോയി പറയുന്നത് കോൺട്രാസ്റ്റ് സൈൻ ചെയ്തില്ലേ പേപ്പറിൽ എന്ന്. ഒരു 7 വരെ ഹീറോയിനെ നോക്കി ഉള്ളത്തന്നെ ശരിക്കായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. എൻ്റെ കോൺട്രാക്ട് മാരേജാ. അതെ കോൺട്രാക്ട് മാരേജ് അല്ലേ. കോൺട്രാക്ട് മാരേജ് അല്ല റിയൽ മാരേജ്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. റിയൽ മാരേജാ. എന്നായിട്ട് ഹീറോയിനെ നോക്കി റിയൽ മാരേജാ. അതെ റിയൽ മാരേജാണ്. അതുമാത്രമല്ല
എനിക്ക് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു. നീ ഒരു ഫോൺ കോൾ വന്നപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടോ, ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വന്നത് വെളിയിൽ സംസാരിക്കാകുമ്പോൾ അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു ഇത് റിയൽ മാരേജ് ആണോ എന്ന് പറഞ്ഞു. കോൺട്രാക്ട് മാരേജ് മറട്ടായിരുന്നു വ്യത്യാസം. ഞാൻ മറട്ടായിരുന്നു. ശരി ഓക്കെ, ഇത് നമുക്കിപ്പോൾ കോൺട്രാക്ട് മാരേജ് റിയൽ മാരേജ്. ഹീറോ ഷോക്കായിട്ട് നോക്കാൻ തുടങ്ങി. അതെ, അവർക്ക് ഹീറോയിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് എങ്ങനെയാണോ അർജുൻ ഇങ്ങനെ ഷോക്കായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. എന്താ ഷോക്കായിട്ട് നോക്കാൻ? ഫസ്റ്റ് ടൈം ഞങ്ങൾ കണ്ടത് ഇവിടെ വെച്ചല്ല. ഷോക്ക് ഹീറോയിൻ നോക്കായിരുന്നു. അർജുൻ അപ്പം ചേട്ടൻ അപ്പം റിയാക്ഷൻ കാട്ടിയ നിങ്ങളും. അപ്പം അർജുൻ 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 ഇവിടെ കൂടെ സംസാരിക്കാൻ ഞങ്ങൾ നോക്കിയായിരുന്നു. ഞങ്ങൾക്ക് അറിയും അർജുൻ എൻ്റെ അനിയത്തിയെന്ന്. സർ, നിങ്ങൾ ഷോക്കായി നോക്കിയത്? ഇല്ല, അർജുൻ്റെ അനിയത്തിയാണ് നിങ്ങൾക്കറിയും. അതുമാത്രമല്ല ഇന്ത്യയിലുള്ളത് ആഫ്രിക്ക കോയിൻ. അത് മാത്രമല്ല നല്ല കെയറിങ് അതും അറിയും. അങ്ങനെ ഒരു ഹീറോയിനെ പറയും. അതുമാത്രമല്ല അർജുനാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത്. ഒരു ഗുഡ് ഷോക്ക് കൊടുത്തു ഹീറോയ്ക്ക്. അർജുൻ നോക്കി മുറക്കായിരുന്നു. ഇല്ലമ്മ വന്ന് അതേമ്മ ഇവർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരു ക്രഷ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ തിരിച്ചു പോയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു ഇവരാണ് നിനക്ക് നോക്കിയ ഫിയാൻസി എന്ന്. ഹീറോയിൻ്റെ ചേട്ടൻ ഒരു ഷോക്ക് ന്യൂസ് കൊടുത്തായിരുന്നു. ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന മതിയായി. ചേട്ടാ എല്ലാത്തും കാരണം നീയാണോ? ഇല്ലമ്മ എന്ന് പറഞ്ഞായിരുന്നു. ഞാനായിട്ട് ഡേയ്സ് പോകാണ് ഹീറോയി. ചേട്ടത് സാറില്ലാതെ വിട്ടുമായിരുന്നു. അങ്ങനെ ഹീറോയി മാഫിയ കുയിൻ്റെ കാര്യമെല്ലാം നന്നായിട്ട് നോക്കുമായിരുന്നു. ഹീറോയി ഇല്ലായിരുന്നു അവർ നോക്കും. ഹീറോയി ഡേയ്സ് പോകാതെ ഹീറോയി പ്രഗ്നൻ്റായി. ഹീറോയിന് കെയറിങ് ആയിട്ട് ഉറപ്പിട്ട് മെമ്പർ നന്നായിട്ട് കെയറിങ് നോക്കും. അതുമാത്രമല്ല പിന്നെ BTS മെമ്പർ നല്ല കാര്യം മാത്രമേ ചെയ്യൂ. അതുമാത്രമല്ല ഹീറോയി എങ്ങനെ ചെയ്യും അതേമാതിരി കെയറിങ് ചെയ്യും. അതുമാത്രമല്ല BTS മെമ്പർ നന്നായിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യും. കുറേ ഡേയ്സ് പോയായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് 8 ബേബീസ്, ഒരു ഗേൾ ബേബി, 7 ബോയ്സ്. ഫസ്റ്റ് ബോയ് ബേബീസ് ജനിച്ച് ലാസ്റ്റ് ഗേൾ ബേബിയാണ്. ഹീറോ ബേബീസ് വഴക്കുണ്ടാക്കായിരുന്നു. ഭയങ്കര ഹാപ്പി എൻഡിങ് സ്റ്റോറി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ടാറ്റാ, ബൈ ബൈ, സീ യു.